ബോയ്സ് എന്ന സീരീസിന്റെ 4ാമത്തെ സീസൺ ആമസോൺ പ്രൈമിലോട്ട് റിലീസ് ആയിട്ടുണ്ട്. ഇതുവരെ 3 എപ്പിസോഡ്സ് ആണ് റിലീസ് ആയിരിക്കുന്നത്. മൊത്തം ഒരു 8 എപ്പിസോഡ്സ് ആണ് ഈ സീരീസിന് ഉണ്ടാവേണ്ടത്. സോ ഈ 3 എപ്പിസോഡ്സിന്റെ റിവ്യൂ മാത്രമായിരിക്കും ഈ വീഡിയോ. വരും എപ്പിസോഡ്സ് എങ്ങനെയുണ്ട് എന്ന് കണ്ടു തന്നെ അറിയണം. 3 എപ്പിസോഡ്സ് വരെ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അടിപൊളിയാണ്. ദ ബോയ്സ് നെവർ ഡിസപ്പോയിന്റ്സ്. പഴയ സീസൺ എവിടെ കൊണ്ടുപോയി നിർത്തിയോ അതേ പേസിൽ ഈ സീസണും പോകുന്നുണ്ട്. സീസൺ 4 തുടങ്ങുമ്പോൾ ഓബ്വിയസ്ലി ഹോംലാൻഡർ എന്ന വില്ലൻ ഉണ്ട്. അതുപോലെ തന്നെ ന്യൂമാനും ഒരു വില്ലൻ പരിവേഷത്തിലേക്ക് വരുന്നുണ്ട്. സൂപ്സ് ഓൾറെഡി അവരുടെ ഇഷ്ടത്തിന് സിറ്റിയെ നശിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിന്റെ കൂടെ ഗവൺമെന്റിന്റെ ടോപ്പിൽ ഒരു സൂപ്പ് കൂടി കയറി എങ്ങനെ ഉണ്ടാവും? അങ്ങനെയാണ് ആ സിറ്റിയുടെ കാര്യം മൊത്തത്തിൽ അവതാളത്തിലാവും. അപ്പോൾ ഇതിനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ദ ബോയ്സിനെയാണ് ഈ സീസണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരു ബേസിക് പ്ലോട്ട് മാത്രമാണ്. ആസ് യൂഷ്വൽ കുറെ നല്ല ഫൈറ്റ് സീക്വൻസസ് ഉണ്ട്. മനുഷ്യന്റെ കിളി പറത്തുന്ന സീൻസിന്റെ കാര്യത്തിൽ ദ ബോയ്സ് പണ്ടേ മുന്നിൽ തന്നെയാണ്. ഒരു ദയയും ദാക്ഷിണ്യവും ഇല്ലാത്ത സീൻസ് ഈ സീസണിലും ഉണ്ട്. ജെൻവിയിലൊക്കെ കണ്ട പോലെ അല്ല, അതിലും വിഷയം സീൻസ് ദ ബോയ്സ് സീസൺ 4 ഈ ഷോയിലും ബുച്ചർ സീനാണ്. അല്ലെങ്കിലും അങ്ങേര് ഏത് സീസണിലാണ് സീൻ അല്ലാത്തത്. കൂടാതെ പുതിയ 2 ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സിസ്റ്റർ സേജ് എന്ന ക്യാരക്ടറും ഫയർ ക്രാക്കർ എന്ന ക്യാരക്ടറും. ഫയർ ക്രാക്കർ എന്ന ക്യാരക്ടർ വലിയ ഇമ്പാക്ട് ഈ 3 എപ്പിസോഡ്സിൽ ചെലുത്തുന്നില്ല. എങ്കിലും സിസ്റ്റർ സേജ് അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ ഉള്ള ക്യാരക്ടറാണ്. ഇനിയിപ്പോ ജെൻവിയിലുള്ള ക്യാരക്ടേഴ്സ് ഈ 3 എപ്പിസോഡിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ അപ്പിയറൻസ് ഒന്നും നടത്തിയിട്ടില്ല. പക്ഷെ വരും എപ്പിസോഡുകളിൽ അപ്പിയറൻസ് നടത്താനുള്ള നല്ല സാധ്യതയുണ്ട്. കഥ മൊത്തത്തിൽ ഹോംലാൻഡറിനെ ഡിഫീറ്റ് ചെയ്യുന്നതിൽ മാത്രമല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കുന്നത്, ന്യൂമാനിലേക്കും കൂടെ കോൺസെൻട്രേറ്റഡ് ആണ് ഈ സീസണിലെ പ്ലോട്ട്. ഇടയ്ക്കൊരു സമയത്ത് ഇവർ ഈ സീസണെ നശിപ്പിക്കുമോ എന്ന് എനിക്ക് തോന്നിയായിരുന്നു. കാരണം ആവശ്യമില്ലാതെ പെട്ടെന്ന് ഫ്രഞ്ചിക്ക് ഒരു ബോയ് ഫ്രണ്ട് വന്നപ്പോൾ ഇവരും ഓഡിയൻസിനെ പിടിക്കാൻ ഈ പരിപാടി തുടങ്ങിയോ എന്നെനിക്ക് തോന്നി. പക്ഷെ സെക്കൻഡ് എപ്പിസോഡ് പകുതിയൊക്കെ ആകുമ്പോൾ ഒരു അൺകൺവെൻഷണൽ ലവ് കാണിക്കാൻ മാത്രമല്ല, നേരെ മറിച്ച് ഫ്രഞ്ചിയുടെ പാസ്റ്റിലെ മിസ്റ്റേക്സ് ആയിട്ട് കണക്ട് ചെയ്താണ് ആ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലായി. അഗെയിൻ റെസ്പെക്ട് ടു ദ ക്രിയേറ്റേഴ്സ്. കാരണം ഒരു ട്രെൻഡ് പിടിച്ച് പോവാതെ കഥയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അക്കാര്യത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും പറയാനാണെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് കുറയുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ പറയാത്തതാണ്. ശരിക്കും എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ നിങ്ങളത് കാണണം. കണ്ട് നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ നിങ്ങൾക്കും അതേ ഹിറ്റ് കിട്ടണമെന്ന് ഓർത്തിട്ടാണ് ഞാൻ പറയാത്തത്. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ ആക്ച്വലി എന്റെ ഫസ്റ്റ് ഇംപ്രഷൻസ് ആണ്. റിലീസായ 3 എപ്പിസോഡ്സ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. ഇതൊരു കംപ്ലീറ്റ് റിവ്യൂ ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഇനി 5 എപ്പിസോഡ്സ് ഇറങ്ങാനുണ്ട്. അതിൽ എന്ത് മാറ്റം വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് ഈ സീരീസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് അഗൈൻ ഈ 3 എപ്പിസോഡ്സ് അടിപൊളിയാണ്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള ആനിമേ മൂവി സീരീസ് കോണ്ടന്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ പിഞ്ച് വാച്ചർ സൈനിങ് ഓഫ്.